സ്വാഗതം. പ്രഭാത ടാരക്കാട് വായനയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്ക് നൽകുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കാർഡ് സ്പ്രെഡ് ചെയ്യാം. ആദ്യത്തെ കാർഡ് എന്ത് ഊർജ്ജമാണെന്ന് താങ്കളിലേക്ക് വരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് കാർഡ് റിവീൽ ചെയ്ത് നോക്കാം. ഹാർമണി എന്ന് പറയുന്ന ഊർജ്ജമാണ്. നമ്പർ 6 ഇറ്റ്സ് എ മേജർ ആർക്കാന കാർഡാണ്. ഈ കാർഡ് കണ്ടാൽ തന്നെ നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പൊതുവെ കാർഡ് വരുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ചാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത്. പൊതുവേ നമ്മൾ ഹാർമണി എന്ന് പറയുന്ന കാർഡ് തീരുമാനങ്ങളാണ്, പ്രത്യേകിച്ച് നമ്മുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഊർജ്ജം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു തീരുമാനം എടുക്കേണ്ട ഊർജ്ജമാണ് എന്ന് പറയും. അതേപോലെ തന്നെ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഇതാറുണ്ട്. ചിലപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ആളുടെ സ്നേഹം നമുക്കിന്ന് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്, കണ്ടെത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുള്ള കാർഡുകളാണ്. അത് താങ്കളുടെ കോണ്ടെക്സ്റ്റ് പോലെ ഇരിക്കും. അപ്പോൾ എന്തായാലും ഈ കാർഡിൻ്റെ ഒരു സെൻട്രൽ തീം എന്ന് പറയുന്നത് ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ എനർജി ഒരുമിച്ച് വരുന്നതാണ്. ഹാർമണി എന്ന് പറയുന്നത് നമുക്കത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഊർജ്ജമാണ് താങ്കളിലേക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇന്ന് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഗൈഡൻസ് പാഷൻ ഇഗ്നൈറ്റഡ് എന്ന് പറയുന്ന കാർഡാണ്. പാഷൻ ഇഗ്നൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനുള്ളിൽ നിന്ന് ഫയറാണ് നമുക്ക് വരുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം താങ്കളോട് യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു പാഷൻ, അതായത് പുതിയൊരു ഡയറക്ഷൻ. ഫയർ എന്ന് പറയുന്ന എപ്പോഴും ആക്ഷൻ എന്ന് പറയും. അതേപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ, അഭിനിവേശം, അതൊക്കെ ഉണരുന്നൊരു ദിവസമാണ്. അത് ഉയർന്നോട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. ഇതൊന്നൊരു തെറ്റില്ല. എന്ത് നമുക്കിന്ന് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വെച്ചപ്പോൾ ട്രാൻസ്ഫോർമേഷൻ നമ്പർ 13 എന്ന് പറയുന്ന ഒരു കാർഡാണ്. സത്യം പറഞ്ഞാൽ ഈ കാർഡ് എന്ന് പറയുന്നത് ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു സ്ത്രീയുടെ പുറകിൽ നമുക്ക് കാണാം. ഈ കാർഡ് നമുക്ക് വരുമ്പോൾ നമ്മളോട് പൊതുവെ പറയാറുള്ളത്, എങ്ങനെയാണോ ഒരു സാധാരണ പുഴു ബട്ടർഫ്ലൈ ആയി മാറുന്നത്, ഒരു വേദനാജനകമായിട്ടൊരു പ്രോസസ്സിലൂടെ ഒരു ചിത്രശലഭം വന്ന്, അതേപോലെ നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ടത്, നമ്മളിന്ന് ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ അതാണ്. അതായത് എല്ലാ ജീവജാലങ്ങളും പുതിയൊരു ഇതിലേക്ക് വരുന്നുണ്ട്. അതേപോലെ നമുക്കും ഇതേ പറ്റുള്ളൂ. ഈവൻ നമുക്ക് നമ്മുടെ ബോഡിയിൽ തന്നെ അറിയാമല്ലോ, 21 ദിവസം കൂടുമ്പോൾ നമ്മുടെ സെൽസ് എല്ലാം പുതിയത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്ന് പറയുന്ന ആളുടെ ചിന്തകൾക്കും എല്ലാം മാറണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഐ വിഷ് യു എ വെരി ഗുഡ് ഡേ. നമുക്ക് കാണാം വൈകുന്നേരം. താങ്ക് യു വെരി മച്ച്.